തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ മോഷണം. 2 കോടി രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. DJ പാർട്ടിക്കായി വന്നവരാണ് മോഷണം നടത്തിയതെന്നാണ് FIR. അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ മോഷണത്തിൽ അന്വേഷണം തുടങ്ങി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് BV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇതാണ് ഏറെ ഞെട്ടലുളവാക്കിയൊരു കാര്യം. കാരണം അതീവ സുരക്ഷാ മേഖലയിലാണ് ഈ രീതിയിലുള്ളൊരു മോഷണം ഉണ്ടായത്. എന്നാണ് ഈ സംഭവം? പ്രതികളെക്കുറിച്ച് സൂചനയുണ്ടോ? തെളിവുകൾ ലഭ്യമായിട്ടുണ്ടോ? സേനയ്ക്കാകെ നാണക്കേടായ സംഭവമാണ്. പാങ്ങോട് മിലിറ്ററി ഏരിയ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും തന്ത്രപ്രധാനമായ, ഏറ്റവും സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ആ മിലിറ്ററി ഏരിയയിലൂടെ കടന്നു പോകണമെങ്കിൽ തന്നെ കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. അവിടെ വാഹനങ്ങൾ നിർത്തിയിടാൻ പോലും, ആ റോഡിൽ പോലും, പാങ്ങോട് നിന്ന് തിരുമലയിലേക്കുള്ള, അവിടെ നിന്ന് വഴുതക്കാടേക്കുള്ള, പൂജപ്പുരയിലേക്കുള്ള റോഡിലൂടെ സാധാരണ യാത്രക്കാർ പോകണമെങ്കിൽ പോലും വലിയ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് പലപ്പോഴും കടത്തിവിടാറുള്ളത്. അവിടെയാണ് അത്ര സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയിലാണ്, അതിനുള്ളിലാണ് ഈ ക്യാമ്പിലെ മെസ്സ് ഉള്ളത്. ആ മെസ്സിനകത്തേക്ക് മിലിറ്ററി ഏരിയയിലേക്ക് കടക്കണമെങ്കിൽ കർശനമായ സുരക്ഷാ പരിശോധന വിധേയരാകണം. അങ്ങനെയുള്ളൊരു ക്യാമ്പിൽ കടന്നാണ് 2 കോടിയോളം വില വരുന്ന 97 വർഷം പഴക്കം. 97 വർഷം എന്ന് പറയുമ്പോൾ അത് സേനയ്ക്ക് കിട്ടിയിട്ട് 97 വർഷം. 1920കളിൽ സേനയ്ക്ക് സർക്കാർ സമ്മാനിച്ച ആനക്കൊമ്പുകളാണ് 2 എണ്ണം. 2 കോടിയിൽ പരം രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പുകളാണ്. അതാണ് അവിടെ കടന്ന് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആരാണ് മോഷ്ടിച്ചെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ പോലും 11, 12 തീയതികൾ, 11-ാം തീയതി രാത്രിക്കും 12-ാം തീയതി രാവിലെ 9 മണിക്കും ഇടയുള്ള സമയത്താണ് ഇത് മോഷണം പോയെന്നാണ് പോലീസിൻ്റെ FIR പറയുന്നത്. അന്ന് അവിടെ ഒരു തലേദിവസം 11-ാം തീയതി രാത്രി ഒരു DJ പാർട്ടി ഈ ക്യാമ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സംഘടിപ്പിച്ച ഒരു ആഘോഷങ്ങളുടെ ഭാഗമായി DJ പാർട്ടി നടന്നു. 18ഓളം പേർ പുറത്തുനിന്ന് ഇവിടെ എത്തിയിരുന്നു. ഈ DJ പാർട്ടിക്ക് മെസ്സിലടക്കം അവർ എത്തിയിട്ടുണ്ട്. ആ സംഘത്തിലെ ആരെങ്കിലും ആണോ മോഷ്ടിച്ചതെന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത്. അങ്ങനെ വരുമ്പോഴും ഈ ആരുടെയും അനുമതിയില്ലാതെ, അറിവില്ലാതെ, സഹായമില്ലാതെ, ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ കരാർ ജീവനക്കാരുടെയെങ്കിലും സഹായമില്ലാതെ എങ്ങനെയാണ് ഇവർ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത്? ക്യാമ്പിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മാത്രമല്ല, പുറത്തു പോകുമ്പോഴും കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് എല്ലാവരും വിധേയരാകേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് പുറത്തു പോയെന്ന ചോദ്യമാണ് ഉയർന്ന് വരുന്നത്. ഏതായാലും സേനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്, ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. സേനയുടെ അതാണ് കാരണം അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായത്? കാരണം ഇതുപോലെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ്, അതീവ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ അവരുടെ ഭാഗത്തും വീഴ്ചയില്ല, നടപടി ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇതുവരെയും സേനയോ അവരുടെ വക്താക്കളോ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. ആരും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തേടാൻ നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. വളരെ രഹസ്യാത്മകമായി സേന വച്ചിരുന്ന കാര്യമാണ്. പക്ഷേ ഒരു മോഷണം നടക്കുമ്പോൾ സ്വാഭാവികമായും അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അതും മെസ്സിനുള്ളിൽ നിന്നാണ് ഇത് മോഷണം പോയിരിക്കുന്നത്. അങ്ങനെ പോലീസിൽ നിന്നാണ് വിവരം ചോരുന്നത്. FIR പോലീസ് രജിസ്റ്റർ ചെയ്ത വിവരമാണ് രാവിലെ പുറത്തു വന്നത്. അതും സേനയ്ക്ക് വലിയ നാണക്കേടായി മാറിയെന്നാണ് അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അവർ ഇതുവരെയും പുറത്തുവിട്ടില്ല. എല്ലാം പോലീസ് തന്നെ അന്വേഷിക്കേണ്ട നിലപാടാണ് സേനയ്ക്കുള്ളത്. കാരണം അകത്ത് ഉള്ള ആരുടെയും സഹായമുണ്ടായിരുന്ന കാര്യത്തിൽ സേനയ്ക്കുള്ളിലും സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണത്തിൽ വിവരങ്ങൾ പുറത്തുവിട്ടെ. പോലീസാകട്ടെ ഒന്നും ഇതുവരെ വിട്ട് പറയുന്നില്ല. അല്പസമയം മുമ്പ് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. സേന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഈ 18 പേരെയും കണ്ടെത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒരു DJ പാർട്ടി ഏതെങ്കിലും പ്രത്യേക സംഘത്തിന്റെ DJ പാർട്ടി നടത്തിയവരെ തന്നെയാണോ സംശയമുള്ളത്? അങ്ങനെയെങ്കിൽ അന്വേഷണം മറ്റു തടസ്സങ്ങളൊന്നുമില്ല. കാരണം അവരെ കണ്ടെത്തുക, ചോദ്യം ചെയ്യുക, അത്തരം നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? ഈ DJ പാർട്ടിക്ക് എത്തിയവരെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ഉടനുണ്ടാകുമോ? ആ നടപടികൾ പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് 18 പേർ എന്ന് പറയുമ്പോൾ ഒരു ടീമായിരുന്നില്ല, പല സംഘങ്ങളായിരുന്നു. ഗായകർ ഒരു സംഘമാണെങ്കിൽ അതിൻ്റെ മറ്റനുബന്ധ സംഗീതോപകരണം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വിഭാഗമായിരുന്നു. അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് മറ്റൊരു വിഭാഗമായിരുന്നു. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഉള്ള ഒരു സംഘമാണത് നടത്തിപ്പിൽ എത്തിയത്. അവരിൽ ആരെങ്കിലും ആയിരിക്കാം എന്നൊരു നിഗമനം മാത്രമാണ് ഇപ്പോൾ, ഊഹം മാത്രമാണ് പോലീസിനുള്ളത്. പക്ഷേ അവരുടെ എങ്ങനെയാണ് അവർക്ക് ഈ ക്യാമ്പിനുള്ളിൽ ഇത്ര വിലവെടുപ്പുള്ള ആനക്കൊമ്പുകൾ ഉണ്ട് എന്ന കാര്യം അറിയാൻ കഴിയുക? അത് അറിഞ്ഞാൽ തന്നെ അത് കൊണ്ടുപോകാനുള്ള ധൈര്യം അത്ര പെട്ടെന്നൊന്നും ഒരു സ്ഥിരം ക്രിമിനൽ സംഘമോ അല്ലെങ്കിൽ ഇത്തരം മോഷണം നടത്തി പരിചയമുള്ളവർക്കോ അല്ലാതെ അതിനുള്ള ധൈര്യം കിട്ടില്ല. കാരണം സേനയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തെ കടന്നു കയറി അവിടെ നിന്ന് ആനക്കൊമ്പ് മോഷ്ടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുക, അത് വിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. ഈ മെസ്സിൽ ഇതുണ്ട് എന്ന് വ്യക്തമായി അറിയാവുന്ന ആരോ ഇവരെ സഹായിച്ചിരിക്കണം. അത് സേനയുടെ ഉദ്യോഗസ്ഥർ തന്നെയാണോ അല്ലെങ്കിൽ അവിടെ നിരവധി കരാർ ജീവനക്കാരും ഈ ക്യാമ്പിലൊക്കെ ഉണ്ട്. ആ കരാർ ജീവനക്കാരാണോ?
എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രധാനമായി അന്വേഷിക്കുന്നത്. വളരെ രഹസ്യാത്മകമായ അന്വേഷണം തന്നെ ഇതിൻ്റെ ഭാഗമായി നടക്കുമെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഈ വിവരം പുറത്തു വന്നതിൽ പോലും സേനയ്ക്ക് വലിയ അതൃപ്തിയുണ്ട്. മോഷണം അവരുടെ ക്യാമ്പിനുള്ളിൽ നടന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നതും അത് പോലീസ് വിവരം പുറത്തുവിട്ടതിലുമൊക്കെ ഈ സേനയുടെ പ്രധാനികൾക്ക് തന്നെ വലിയ അമർഷമുണ്ട്. ഏതായാലും അതുകൊണ്ട് ഈ അന്വേഷണം കുറച്ചുകൂടി രഹസ്യാത്മകമായിരിക്കും. ആരാണ് ഇതിൽ പ്രതി എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഈ 18 പേര് മാത്രം കേന്ദ്രീകരിച്ചാണോ അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ഉള്ളിൽ നിന്ന് ലഭിച്ചിരുന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത്. വ്യക്തമാണ്. BV അരുണാണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.